Dear students, നമ്മൾ ബികോം സെക്കൻഡ് ഇയർ ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പേപ്പറിൻ്റെ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂൾ MG യൂണിവേഴ്സിറ്റി ഒരു 6 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമല്ല, നമ്മൾ ഈ സെക്കൻഡ് ഷെഡ്യൂൾ ഒരു 6 യൂണിറ്റുകളായി തിരിച്ചാണ് സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ 4 യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് മോഡ്യൂളിൽ വന്നിരിക്കുന്ന 4 യൂണിറ്റുകൾ. നമ്മൾ ഇന്ന് 5ാമത്തെ യൂണിറ്റാണ്. അത് കോമ്പോസിഷൻ ലെവി അണ്ടർ GST ആക്ട് പ്രകാരം കോമ്പോസിഷൻ ലെവി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇനി അതിൻ്റെ മീനിങ് എന്താണ്, ആർക്കൊക്കെ ഈ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യാം, ആർക്കൊക്കെ ഇതിന് എലിജിബിലിറ്റി ഉണ്ട്, ഇനി ആർക്കൊക്കെ ഈ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഈ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, വലിയ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം GST പ്രകാരമുള്ള റിട്ടേൺസിൻ്റെ ഫയലിങ്ങും അതിൻ്റെ ലീഗൽ പ്രൊവിഷൻസിൻ്റെ ഫോളോ അപ്പും അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ് എല്ലാം കൃത്യമായിട്ട് പാലിക്കുകയും ടാക്സ് കംപ്ലയൻസും ഒക്കെ വളരെ എളുപ്പമാണ്. കാരണം അവരുടെ അതിനുള്ള റിസോഴ്സസും അവർക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസും ഉണ്ട്. അതേസമയം മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട വ്യാപാരികളെയും വ്യവസായികളെയും സംബന്ധിച്ചിടത്തോളം GSTയുടെ കംപ്ലയൻസും അതുപോലെ ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസിൻ്റെ കൃത്യമായ പാലനവും മറ്റ് പ്രൊവിഷൻസും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. ഇങ്ങനെയുള്ള സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സിന് അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കോമ്പോസിഷൻ ലെവി സ്കീം സെൻട്രൽ ഗവൺമെൻറ് GST കൗൺസിൽ റെക്കമെൻഡ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ കോമ്പോസിഷൻ ലെവി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് എ കൺവീനിയൻറ്റ് വേ ഫോർ ദി സ്മോൾ ടാക്സ് പേയേഴ്സ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ടു മെനി GST ഫോർമാലിറ്റീസ്. പ്രധാനമായിട്ടും എന്താ, ചെറിയ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം GSTയുടെ നൂലാമാലകളിൽ നിന്നും ഫോർമാലിറ്റീസുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ആൻഡ് പേ ദി ടാക്സ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഇപ്പം കോമ്പോസിഷൻ ലെവി അണ്ടർ GST വന്നു കഴിയുമ്പോൾ ഫിക്സഡ് റേറ്റ് ആയിട്ട് ടാക്സ് കൊടുത്താൽ മതി. രണ്ടാമത്, ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ. ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ, തലേ വർഷത്തെ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാം. ഒരു ഫിക്സഡ് റേറ്റ് ആണ് ടാക്സ് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് റേറ്റ് ടാക്സ് ആണ്. അപ്പോൾ GSTയുടെ കോംപ്ലിക്കേറ്റഡ് ഫോർമാലിറ്റികളിൽ നിന്നും ചെറുകിട വ്യാപാരികളെയും സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സിനെയും രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ഫോർമാലിറ്റി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന സ്കീമാണ് കോമ്പോസിഷൻ ലെവി സ്കീം. ദെൻ ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ലെവി ഓഫ് ടാക്സ് ഡിസൈൻ ഫോർ സ്മോൾ ടാക്സ് പേയർ. ചെറുകിട ടാക്സ് പേയേഴ്സിന് വേണ്ടിയാണ്. ബേസ്ഡ് ഓൺ ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. അപ്പം പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ, ഇതിൻ്റെ തൊട്ട് തലേ സാമ്പത്തിക വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവറിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു ടാക്സ് പേയറിന് കോമ്പോസിറ്റ് ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കോമ്പോസിറ്റ് ലെവി സ്കീം വന്നു കഴിയുമ്പോഴേക്കും എന്താ, ഇവർക്ക് അതിൻ്റെ ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമാലിറ്റികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അത് എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ഫോമുകളിൽ തന്നെ ഇത് ഫയൽ ചെയ്യും. ഇങ്ങനെ കുറേയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഫോർമാലിറ്റികളിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടി ചെറുകിട വ്യാപാരികൾക്കും സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സിനും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു GSTയുടെ പേയ്മെൻറ്റ് സ്കീമാണ് കോമ്പോസിഷൻ ലെവി സ്കീം. ഇത് ചെറുകിട കച്ചവടക്കാരെയും സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സ് സഹായിക്കുന്നതിന് വേണ്ടി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കീമാണ്. ഇനി ഇതിൻ്റെ ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി പറയുന്നത്. ഈ GST ഇംപ്ലിമെൻ്റ് ചെയ്ത കാലം ഇതിന് പറഞ്ഞിരുന്നത്, ഒരു സാമ്പത്തിക വർഷം അവരുടെ ആനുവൽ ടേൺ ഓവർ, അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ 1 കോടിയിൽ താഴെയാണ് എങ്കിൽ
ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽപ്പെട്ട അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ത്രിപുര അങ്ങനെ കുറേ സ്റ്റേറ്റുകൾക്ക് 50 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ അവർക്ക് ഈ കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. ഇപ്പോഴത് മാറ്റിയിട്ടുണ്ട്. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നിലവിലുള്ള നിയമപ്രകാരം ഒരു ടാക്സ് പെയറിന്റെ ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി രൂപയിൽ 1.5 കോടിയോ അതിൽ താഴെയോ ആണ് എങ്കിൽ ആ ടാക്സ് പെയർക്ക് കോമ്പോസിറ്റ് ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ വരുന്നൊരു ടാക്സ് പെയർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽപ്പെട്ട അരുണാചൽ പ്രദേശ്, മേഘാലയ, ദെൻ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള കുറേ സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പറഞ്ഞിരിക്കുന്നത് 75 lakhs ആണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ടാക്സ് പേയേഴ്സിന് 1.5 കോടി. അപ്പം ഇങ്ങനെ ആനുവൽ ടേൺ ഓവർ 1.5 കോടിയോ അതിൽ താഴെയോ ആണ് എങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് 75 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അവർക്ക് കോമ്പോസിറ്റ് ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ കോമ്പോസിറ്റ് ലെവി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആനുവൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ പേയ്മെന്റ് നടത്തിയാൽ മതി. ഇതിന്റെ പ്രത്യേകത ഏതാണ്? ഇപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ്. റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 5%, മാക്സിമം അവർ പറയുന്നത് 5% ആണ്. മറ്റു സർവീസുകളാണെങ്കിൽ 2%, ഇത് ഇൻക്ലൂഡിങ് CGSTയും SGSTയും രണ്ടും കൂടെ കൂടി 2%, രണ്ടും കൂടെ കൂടി 5%. ഇങ്ങനൊരു ഫിക്സഡ് റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? അഗ്രിഗേറ്റ് ടേൺ ഓവർ വിൽ ബി കമ്പ്യൂട്ടഡ് ഓൺ ബേസ് ഓഫ് ടേൺ ഓവർ ഓൺ ആൻ ഓൾ ഇന്ത്യ ബേസിസ്. അപ്പം ഓൾ ഇന്ത്യ ബേസിസിലാണ് കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഡീലറിന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ്. അപ്പം എന്താ, ബോത്ത് ഇൻട്രാ സ്റ്റേറ്റ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ആർ ഇൻക്ലൂഡഡ്. ഓൾ ഇന്ത്യ ബേസിസിൽ ഉള്ള സപ്ലൈയുടെ അടിസ്ഥാനത്തിലായിരിക്കും അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് വിൽ ഇൻക്ലൂഡ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. ഇതിൻ്റെ അതെന്താ, വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. ദെൻ എക്സം സപ്ലൈസ്, എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സപ്ലൈസിൻ്റെ അത് ഉൾപ്പെടുത്തും. വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, ദെൻ അഗെയിൻ എക്സം സപ്ലൈസ് ആൻഡ് എക്സ്പോർട്സ് മെയ്ഡ് ബൈ ഓൾ പേഴ്സൺസ് ദി സെയിം പാൻ. ഈ എക്സ്പോർട്ടിന്റെ വാല്യൂവും ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ അകത്ത് ഉൾപ്പെടുത്തും. ഇനി സെയിം പാൻ, ഒരേ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ബിസിനസ്സിലെ ആളുകൾ 2-3 വ്യക്തികൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം എക്സ്പോർട്ടിന്റെ വാല്യൂവും കൂടി ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉൾപ്പെടുത്തും. ബട്ട് വുഡ് എക്സ്ക്ലൂഡ് ഇൻവേർഡ് സപ്ലൈസ്. ഇൻവേർഡ് സപ്ലൈസ് എക്സ്ക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ഇൻവേർഡ് സപ്ലൈസ് അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ഇൻവേർഡ് സപ്ലൈയുടെ വാല്യൂ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. അതേസമയം എന്താ, എക്സ്പോർട്ടിന്റെ വാല്യൂ ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ റിവേഴ്സ് ചാർജ് ആസ് വെൽ ആസ് സെൻട്രൽ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ്. അതുപോലെ തന്നെ എന്താ, സെൻട്രൽ ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആൻഡ് സെസ് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് GST ആക്ടിൽ പറയുന്നുണ്ട്. എല്ലാ ടാക്സബിൾ സപ്ലൈയും ഓൾ ഇന്ത്യ ബേസിസിൽ ഇൻക്ലൂഡിംഗ് എക്സ്പോർട്ട്, എക്സ്ക്ലൂഡിംഗ് വാല്യൂ ഓഫ് ഇമ്പോർട്ട്, ഓൺ വിച്ച് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണ്. Then again റിവേഴ്സ് ചാർജിന് പുറമേ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, സെൻട്രൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് ടാക്സസ് ആൻഡ് സെസ്. ഇതും നമ്മളെന്താ എക്സ്ക്ലൂഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ വാല്യുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്, ഈ ഒരു കോമ്പോസിഷൻ ലെവി സ്കീം അവർ ലോഞ്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അനൗൺസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദി ഓബ്ജക്റ്റീവ് ഓഫ് കോമ്പോസിഷൻ സ്കീം ഇസ് ടു ബ്രിങ് സിംപ്ലിസിറ്റി ആൻഡ് ടു റെഡ്യൂസ് കംപ്ലയൻസ് കോസ്റ്റ് ഫോർ സ്മോൾ ടാക്സ് പേയേഴ്സ്. ഈ ടാക്സ് റെജീം ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരിക, അതുപോലെ
ഈ ടാക്സിന്റെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈ ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് കോസ്റ്റ് ചെറിയ ടാക്സ് പേയേഴ്സിന് കുറച്ചു കൊടുക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. When the eligible taxpayer is opting for compensation scheme under GST, a taxpayer has to file summarized returns. ഇനി ഇങ്ങനെ എലിജിബിലിറ്റി ഉള്ള ഒരു ടാക്സ് പേയർ, ഇപ്പം ഒരു ടാക്സ് പേയറിന്റെ അല്ലെങ്കിൽ ഒരു ഡീലറിന്റെ തൊട്ട് തലേ വർഷത്തെ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ 1.5 കോടിയിൽ താഴെയാണ് എങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽപ്പെട്ട ഡീലറോ അല്ലെങ്കിൽ ടാക്സ് പേയർ ആണെങ്കിൽ 75 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ he is eligible for opting composition levy. ഇങ്ങനെ composition levy ഒരു എലിജിബിൾ ടാക്സ് പേയർ ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ he has to file only quarterly returns. 4 മാസത്തിൽ ഒന്ന് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഒരു സമ്മറൈസ് റിട്ടേൺസ് 4 മാസത്തിൽ ഒന്ന് ഫയൽ ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് 3 months. അപ്പം സാധാരണഗതിയിൽ എന്താ 3 മാസത്തിൽ ഒരിക്കലാണ് മറ്റ് ബിസിനസ്മെൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർലി സമ്മറൈസ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ദെൻ നോർമൽ ബിസിനസ്സിലാണെങ്കിൽ 3 മാസമാണ്. അപ്പം ഈ ഒരു സ്കീം കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാസത്തിലൊരിക്കൽ സമ്മറൈസ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി വാട്ട് ആർ ദി കീ ഫീച്ചേഴ്സ് ഓഫ് കോമ്പോസിഷൻ ലെവി സ്കീം അണ്ടർ GST? ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ എലിജിബിലിറ്റി. ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്കീമിൽ ചേർന്ന് പ്രവർത്തിക്കാൻ, ചേർന്ന് ടാക്സ് പേ ചെയ്യാൻ ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? ബേസ്ഡ് ഓൺ ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. എലിജിബിലിറ്റി എന്താ? എലിജിബിലിറ്റി ഈസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. തലേ വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ 1.5 crore 75 lakhs പറഞ്ഞിരുന്നു. രണ്ടാമത് ടാക്സ് റേറ്റ്, ഫിക്സഡ് ടാക്സ് റേറ്റ് ഓൺ ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ. രണ്ടാമത് ടോട്ടൽ സെയിൽസ് ടേൺ ഓവറിനെ അടിസ്ഥാനമാക്കി ഒരു ഫിക്സഡ് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. മൂന്നാമത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇപ്പം കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഡീലേഴ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിലിറ്റി ഇല്ല. ദേ കനോട്ട് ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. Then place of supply applies only to intra-state supplies. അപ്പോൾ ഈ കോമ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സ്കീം ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈകൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. റിട്ടേൺ നോ മന്ത്ലി ഫയലിംഗ്. മന്ത്ലി ഫയലിംഗ് ഇല്ല. റിട്ടേൺ മാസം തോറും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദി GST നെറ്റ്വർക്ക്. അപ്പം GST നെറ്റ്വർക്കിന്റെ കോമൺ പോർട്ടലിൽ എല്ലാ മാസവും എന്താ തൊട്ട് തലേ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്ത് തൊട്ട് തലേ ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി അടുത്ത ക്വാർട്ടറിന്റെ ആദ്യത്തെ മാസം 18th of the month സക്സീഡിങ് ദി ക്വാർട്ടർ. അപ്പം ഒരു 4 മാസം കഴിഞ്ഞാൽ അടുത്ത 5ാമത്തെ മാസത്തിന് 18ാം തീയതിക്ക് മുമ്പായിട്ട് GST പോർട്ടലിൽ GST നെറ്റ്വർക്കിന്റെ കോമൺ പോർട്ടലിൽ ആ 4 മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുക. മന്ത്ലി റിട്ടേണിന്റെ ആവശ്യമില്ല. 3 മാസത്തിലൊരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. then ഏതാണ് ഫോം? ഇതിന് GST റിട്ടേൺ ഫോം നമ്പർ 4 ആണ് ഉപയോഗിക്കുന്നത്. would contain details of turnover in the state, union territory, inward supplies of goods or services or both and tax payable. അപ്പം GST റിട്ടേൺ ഫോം നമ്പർ 4ൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തി വേണം ഇത് ഫയൽ ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് ടാക്സ് ഇതിന്റെ ഒരു ലെവി സ്കീം വന്നു കഴിയുമ്പോഴേക്കും ബില്ലിംഗ് എന്താണ്? ഇഷ്യൂസ് ബിൽ ഓഫ് സപ്ലൈ നോട്ട് ടാക്സ് ഇൻവോയ്സ്. ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്ന, ടാക്സ് ഇൻവോയ്സ് അല്ല. ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ നോട്ട് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് അല്ല അവർ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം they are not eligible to collect tax from the customers. കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ടാക്സ് പേയർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീലർക്ക് അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നും ഈ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? they have to pay the tax from their own pocket. ഇങ്ങനെ കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സ് അവരുടെ പോക്കറ്റിൽ നിന്ന് വേണം ടാക്സ് എടുത്ത് പേ ചെയ്യാനായിട്ട്. GST നിന്ന് അവർക്ക് ആ ടാക്സ് ബിൽ അല്ല കൊടുക്കുന്നത്. ഇവർ കൊടുക്കുന്നത് എന്താണ്?
അവർ കൊടുക്കുന്നതൊരു ബില്ല് മാത്രമാണ്. കൊടുക്കുന്നത് എന്താ? ബിൽ ഓഫ് സപ്ലൈ മാത്രമാണ് കൊടുക്കുന്നത്. ടാക്സ് ഇൻവോയ്സ് കൊടുക്കുന്നില്ല. Because they are not eligible to collect tax from the customers. Then pay tax from own pocket. ഇവരെന്താ? സ്വന്തം പോക്കറ്റിൽ നിന്ന് വേണം ടാക്സ് പേ ചെയ്യാനായിട്ട്. The dealer is not allowed to charge tax from his buyer. ഒരു കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ such dealers are not eligible to collect tax from the buyers. വാങ്ങുന്നവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. ഇതിന്റെ മീനിങ് എന്തോ? അവർക്ക് അവരുടെ പോക്കറ്റിൽ തന്നെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനി അതുപോലെ തന്നെ സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷൻസ് ഉണ്ട്. എലിജിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ഈ സ്കീമിൽ ഈ 1.5 കോടിക്ക് മുകളിൽ 2-3 കോടിയൊക്കെ ടേൺ ഓവറുള്ള ആളുകൾ ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെനാലിറ്റി അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുവരെയുള്ള എന്താ? മുമ്പുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം ടാക്സ് പേ ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡിങ് പെനാലിറ്റി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കോമ്പോസിഷൻ ലെവി സ്കീമിന്റെ പ്രധാനപ്പെട്ട കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് കോമ്പോസിഷൻ ലെവി. കോമ്പോസിഷൻ ലെവിയുടെ റേറ്റ് ഒരു ചെറിയ ടേബിൾ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് നോക്കിയാൽ കിട്ടും. ഇതിൻ്റെ ഈ GST ആക്ടിൽ തന്നെ കൃത്യമായിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് മാനുഫാക്ചറേഴ്സ് അതർ ദാൻ മാനുഫാക്ചറേഴ്സ് ഓഫ് സച്ച് ഗുഡ്സ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന സാധനങ്ങൾ അല്ലാതെയുള്ള മറ്റ് ഗുഡ്സിന്റെ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത് പ്രധാനമായിട്ടും ഐസ്ക്രീം, പാൻ മസാല ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ്. ഈ 3 പ്രോഡക്റ്റുകൾ ഒഴികെ മറ്റു പ്രോഡക്റ്റുകളുടെ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2% ആണ് കോമ്പോസിഷൻ ലെവി സ്കീമിൽ ടാക്സ് പറഞ്ഞിരിക്കുന്നത്. 2%. 2% എന്താ? 1% സെൻട്രൽ ടാക്സ് ആൻഡ് 1% സ്റ്റേറ്റ് ടാക്സ് ഓഫ് ദി ടേൺ ഓവർ. അപ്പൊ ടേൺ ഓവറിന്റെ 2% കോമ്പോസിഷൻ ലെവി സ്കീമിൽ ടാക്സ് ആയിട്ട് അടയ്ക്കുക. അപ്പൊ ഇയാളുടെ ഒരു ഡീലറിന്റെ ആനുവൽ ടേൺ ഓവർ ഒരു 1.25 crore ആണ് എങ്കിൽ 2.5 ലക്ഷം രൂപ അയാൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഈ ടാക്സ് അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് അയക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. Manufacturers, except the manufacturers of ice cream, then pan masala and tobacco products, 2%. This 1% central tax, 1% state tax might do. Then റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ വന്നു കഴിയുമ്പം അവർക്ക് എന്താ? 5% ആണ്, 5%. ഇതിൽ 2.5% സെൻട്രൽ ടാക്സും another 2.5% സ്റ്റേറ്റ് ടാക്സുമായിട്ട് കളക്ട് ചെയ്യുന്നു. Then traders of any other supplier eligible for composition levy. ഇനി ട്രേഡർ അല്ലെങ്കിൽ any other supplier എലിജിബിലിറ്റി ഉള്ള മറ്റ് സപ്ലയേഴ്സ് വന്നു കഴിഞ്ഞാൽ 1%. മറ്റ് കാറ്റഗറിയിൽപ്പെട്ട ട്രേഡേഴ്സിനും സർവീസ് പ്രൊവൈഡേഴ്സിനും വന്നിരിക്കുന്ന 1%. ഇവരുടെ എന്താ? കോമ്പോസിഷൻ ലെവി സ്കീം 1%. അതിൽ 0.5% സെൻട്രൽ ടാക്സ് ആൻഡ് അഗെയിൻ 0.5% സ്റ്റേറ്റ് ടാക്സ് ഓഫ് ദി ടേൺ ഓവർ. ഇതെല്ലാം ടേൺ ഓവർ ബേസ് ചെയ്താണ്. അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് കോമ്പോസിഷൻ ലെവി സ്കീം പ്രകാരമുള്ള ടാക്സിന്റെ പേയ്മെന്റ് വരുന്നത്. മാനുഫാക്ചറേഴ്സിന് പാൻ മസാലയും ഐസ്ക്രീമും ടുബാക്കോ പ്രോഡക്ട്സും അല്ല എങ്കിൽ അവരുടെ ആനുവൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ 2% പേയ്മെന്റ് നടത്തുക. ഇതിൽ 1% സെൻട്രൽ ടാക്സും 1% സ്റ്റേറ്റ് ടാക്സുമായിട്ട് പോകും. പിന്നെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാണ് എങ്കിൽ 5%. 5%ത്തിൽ 2.5% സെൻട്രൽ ടാക്സും 2.5% സ്റ്റേറ്റ് ടാക്സുമായിട്ട് മാറും. മറ്റ് ട്രേഡേഴ്സിനും മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും if they are eligible, അവർക്ക് എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ 1%. ഈ 1%ത്തിൽ 0.5% സെൻട്രൽ ടാക്സും another 0.5% സ്റ്റേറ്റ് ടാക്സുമായിട്ട് വരുന്നു. അതാണ് ഒരു നമ്മളെന്താ സ്പെസിഫിക് റേറ്റ് ഓഫ് കോമ്പോസിഷൻ ലെവി. ദെൻ കുറേ ആളുകൾക്ക് ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് അലൗഡ് ടു ഓപ്റ്റ് ഫോർ ദി കോമ്പോസിഷൻ സ്കീം. ഇനി എല്ലാ സപ്ലയേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും എല്ലാ മാനുഫാക്ചറേഴ്സിനും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. GST ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ആർക്കൊക്കെ ഈ സ്കീമിൽ
ഉൾപ്പെടാനുള്ള അർഹതയില്ല എന്ന് ഒരു ലിസ്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് എക്സാമിൻ. നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇതിൽ ഒന്നാമതായിട്ട് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്, അതായത് സ്ഥിരമായിട്ട് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. കാഷ്വൽ ഡീലിങ്സിന്റെ പേരിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ടാക്സ് കൊടുക്കേണ്ടി വന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഇവർക്ക് രണ്ടിനും കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് ആൻഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺസ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ ലെവി സ്കീം. ദെൻ രണ്ടാമത്, സപ്ലയേഴ്സ് ഹൂസ് അഗ്രിഗേറ്റ് ടേൺഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്രോസസ് ദി ലിമിറ്റ്. ഇനി തൊട്ടു തലേ വർഷത്തെ അല്ലെങ്കിൽ തൊട്ടു തലേ സാമ്പത്തിക വർഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയിൽ കൂടുതൽ വരുന്നുണ്ട് എങ്കിൽ, സ്പെസിഫൈഡ് സ്റ്റേറ്റുകളിൽപ്പെട്ട ഡീലേഴ്സ് ആണെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 75 lakhs കൂടുതലുണ്ട് എങ്കിൽ അവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ എലിജിബിലിറ്റി കൊടുത്തിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ മെയിൻലി അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ ആണ്. 1.5 കോടിയിൽ താഴെയുള്ളവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഒരു ടാക്സ് പേയറിന്റെയോ ഡീലറിന്റെയോ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയിൽ കൂടുതലാണ് എങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ പെട്ട ഒരു ഡീലറാണ്, അയാളുടെ ടേൺ ഓവർ 75 ലക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അർഹതയില്ല. Then 3, supplier who has purchased any goods or services from unregistered supplier. ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്നാണ് സാധനങ്ങളോ സർവീസുകളോ വാങ്ങുന്നത്. അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സ് അവർക്ക് ഈ ടാക്സിന്റെ ലയബിലിറ്റി വരുന്നില്ല. only registered suppliers are അവർക്ക് ഈ പറയുന്ന ഒരു liable to pay tax. ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണ് എങ്കിൽ, supplier who has purchased any goods or service from unregistered supplier unless he has paid GST on such goods or service on reverse charge basis. ഇനി ഇങ്ങനെ അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരിക്കുന്ന ഒരാൾ GST പേ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അർഹതയുണ്ട്. ഇനി അതല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്നും ഗുഡ്സ് വാങ്ങിയപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ he has the eligibility. ഇനി അങ്ങനെ ടാക്സ് പേ ചെയ്യുന്നില്ല എങ്കിൽ ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്നും ഗുഡ്സോ സർവീസോ സ്വീകരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് സപ്ലയർക്ക് ഈ പറയുന്ന സ്കീമിൽ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അർഹതയില്ല. Then supplier of service other than restaurant സർവീസുകൾ, പ്രധാനമായിട്ട് നമ്മളെന്താ സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം only റെസ്റ്റോറൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് മാത്രമേ ഈ സ്കീമിൽ ചേരാനുള്ള അർഹതയുള്ളതായിട്ട് പറയുന്നുള്ളൂ. അപ്പം മറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന് കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അർഹതയില്ല. Then persons supplying goods which are not taxable under GST law. GST നിയമപ്രകാരം ടാക്സബിൾ അല്ലാത്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. കാരണം അവർക്ക് എന്താ ഒരു ടാക്സബിൾ സപ്ലൈ അല്ല നടത്തുന്നത്, അപ്പോൾ അവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. Then again, persons making any interstate outward supply of goods. ഇനി ഇൻട്രസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തുന്ന ആളുകൾക്ക്, പേഴ്സൺസ് മേക്കിംഗ് എനി ഇൻട്രസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഔട്ട്വേർഡ് സപ്ലൈ നടത്തുന്നത് ഇൻട്രസ്റ്റേറ്റ് ആണ്, അങ്ങനെയുള്ള ഡീലേഴ്സിനും ഈ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദെൻ സപ്ലയേഴ്സ് മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ ആൻ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇനി ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം who is required to collect tax at source under section 52. ഇവിടെ എന്താ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ is required to collect tax at source under section 52. സെക്ഷൻ 52 പ്രകാരം ഈ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെങ്കിൽ ത്രൂ ആൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ somebody supplying goods, അങ്ങനെയുള്ള സപ്ലയേഴ്സും ഈ ഒരു കോമ്പോസിഷൻ ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അർഹതയുള്ളവരല്ല.
ഇതാണ് പ്രധാനമായിട്ടും കോമ്പസിറ്റ് ലെവി സ്കീമിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസും മീനിങ്ങുകളും. വി ആർ കൺക്ലൂഡിങ് ടുഡേയ്സ് ഡിസ്കഷൻ ഹിയർ. താങ്ക് യു.